എല്ലാ വീഡിയോയിലും നമ്മൾ പറയാറുണ്ട് നിങ്ങളുടെ ബെസ്റ്റ് വേർഷനായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറിലൂടെ ബിഹേവിയറിലൂടെ വേണം നിങ്ങൾ എപ്പോഴും ബിഹേവ് ചെയ്യാനായിട്ട്. അപ്പോഴാണ് നിങ്ങൾക്ക് ബാക്കിയുള്ളവരുടെ ഇംപ്രഷൻ കിട്ടുക എന്നുള്ളതൊക്കെ അല്ലേ. അപ്പോൾ എങ്ങനെയാണ് നിങ്ങളുടെ ബെസ്റ്റ് വേർഷനായിട്ട് നിങ്ങൾക്ക് മാറാൻ സാധിക്കുക? എന്താണ് ഈ ബെസ്റ്റ് വേർഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അപ്പോൾ എങ്ങനെയൊക്കെ നമുക്ക് അങ്ങനെ ആക്കിയെടുക്കാം, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ബെസ്റ്റ് വേർഷൻ ആക്കി എങ്ങനെ മാറ്റണം എന്നുള്ളതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത്. വെൽക്കം ടു ജസ്റ്റ് ടോക്ക്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പ്രാക്ടീസ്. നമ്മുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പ്രാക്ടീസ് എന്ന് പറയുന്നത് അല്ലേ. ഇപ്പോൾ ഒരു കാര്യം നമ്മൾ അറിഞ്ഞു, അല്ലെങ്കിൽ നമുക്ക് പഠിക്കണം, അല്ലെങ്കിൽ ഒരു കാര്യം നമ്മൾ വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതിലൊക്കെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്, ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് മാറാൻ പറ്റുന്നത് പ്രാക്ടീസിങ്ങിലൂടെയാണ് അല്ലേ. അപ്പോൾ ഈ പ്രാക്ടീസ് ചെയ്യാന്ന് പറയുന്നത് എളുപ്പമുള്ള പരിപാടിയൊന്നുമല്ല. നമ്മൾ അത്യാവശ്യം ക്ഷമയോട് കൂടിയിട്ട് അതിന് നല്ലോണം ടൈം ഇൻവെസ്റ്റ് ചെയ്താൽ മാത്രമാണ് നമ്മുടെ പ്രാക്ടീസിലൂടെ നല്ലൊരു പ്രൊഡക്റ്റീവ് റിസൾട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തുള്ളൂ. അല്ലാണ്ട് ആർക്കോ വേണ്ടി നമ്മൾ ഒരു കാര്യം വീണ്ടും വീണ്ടും ചെയ്താൽ പെർഫെക്റ്റ് ആവാൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നടക്കുന്ന പരിപാടിയല്ല. സോ എപ്പോഴും ക്ഷമയോടുകൂടി നല്ല ടൈം കൊടുത്ത് നിങ്ങൾ അതിനുവേണ്ടി എഫേർട്ട് ഇട്ടാൽ മാത്രമാണ് നിങ്ങളൊരു കാര്യത്തിൽ വെൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ട് എക്സ്പേർട്ടായിട്ട് മാറാനായിട്ട് നിങ്ങൾക്ക് സാധിക്കത്തുള്ളൂ. സോ ക്ഷമയോടുകൂടി ടൈം കൊടുത്തിട്ട് നിങ്ങൾക്ക് എക്സ്പേർട്ട് ആവാനായിട്ട് സാധിക്കും. സോ എന്താ പറയുക, എക്സ്പീരിയൻസ് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. രണ്ടാമത്തെ ഒരു കാര്യം, ലേൺ ബൈ ഡൂയിങ്. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളൊരു കാര്യം ചെയ്തുകൊണ്ട് പഠിക്കാനാണ് എപ്പോഴും നോക്കേണ്ടത്. ഇപ്പോൾ ഞാൻ മുൻപ് ഒരു സ്കില്ലിൻ്റെ വീഡിയോ പറഞ്ഞതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായി, നമ്മളെപ്പോഴും ഒരു കാര്യം വെറുതെ അറിഞ്ഞു വെച്ചുകൊണ്ട് അതിൽ നിന്ന് നമുക്കൊന്നും പഠിക്കാനില്ല അല്ലേ. എപ്പോഴും അത് പ്രാക്ടിക്കലിലൂടെ ചെയ്താൽ മാത്രമാണ് ചെയ്തതിൽ നിന്ന് അതിൽ നിന്ന് തെറ്റുകളൊക്കെ മാറ്റിയിട്ടാണ് നമുക്ക് ആ ഒരു കാര്യം നന്നായിട്ട് പഠിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. സോ എപ്പോഴും ഒരു കാര്യം ചെയ്യുമ്പോൾ ഒരു സ്കില്ല് അറിഞ്ഞു വെച്ചാലോ അല്ലാന്നുണ്ടെങ്കിൽ ഏത് വിഷയങ്ങളെ കുറിച്ചുള്ള നോളജ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ചെയ്ത് നോക്കിയാലാണ് നിങ്ങൾക്ക് അതിൽ എന്തൊക്കെ തെറ്റുകളുണ്ട്, അതെങ്ങനെ തിരുത്തണം, അതിനെക്കുറിച്ചുള്ള ധാരണ നിങ്ങൾ ചിലപ്പം മൊത്തത്തിൽ മാറുന്നത് ചിലപ്പോൾ ചെയ്താലായിരിക്കും. അപ്പം എപ്പോഴും ഒരു കാര്യം ചെയ്തതിൽ നിന്ന് മാത്രം നിങ്ങൾ പഠിക്കാനായിട്ട് നോക്കുക. അല്ലാണ്ട് എവിടെയെന്ന് എന്തെങ്കിലുമൊക്കെ കേട്ടിട്ട് അതിൽ നിന്നൊരു അറിവുണ്ടാക്കി വെച്ചാൽ നമുക്കത് കറക്റ്റായിട്ട് എപ്പോഴും കറക്റ്റായിട്ട് ശരിയായിക്കൊള്ളണം എന്നില്ല എല്ലായ്പ്പോഴും. സോ എപ്പോഴും ചെയ്തുകൊണ്ട് അതിൽ നിന്ന് പഠിക്കാനായിട്ട് നോക്കുക. മൂന്നാമതായിട്ട്, നിങ്ങൾ സാക്രിഫൈസ് ചെയ്യാൻ കുറച്ച് പഠിച്ചിരിക്കണം. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ പ്രയോറിറ്റീസ് അനുസരിച്ചിട്ട് അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കാനായിട്ട് നോക്കുക. ഇപ്പൊ നമ്മൾ എക്സാമിൽ നിങ്ങൾക്ക് പഠിക്കണം എന്നുണ്ട്, പരീക്ഷ എഴുതണം എന്നുണ്ട്, പക്ഷെ അപ്പുറത്ത് ഫ്രണ്ട്സിന്റെ പാർട്ടി നടക്കുക, അവരുടെ കൂടെ പോകണം എന്നുണ്ട്. പക്ഷെ രണ്ടും കൂടെ ഒരുമിച്ച് വേണമെന്ന് വെച്ചാൽ നടക്കില്ലല്ലോ. ഫ്രണ്ട്സിന്റെ പാർട്ടി അതൊക്കെ ഒരു ഇൻസ്റ്റന്റ് ഹാപ്പിനെസ് ആണ് അല്ലേ. എക്സാം എന്ന് പറയുന്നത് അതിന് നമ്മൾ പഠിച്ച് എക്സാം എഴുതി പാസ്സായി അതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് നമ്മുടെ ലൈഫ് ലോങ് നമ്മുടെ കൂടെ നിൽക്കാൻ പോകുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ആ ഒരു ടൈമിൽ ഏറ്റവും പ്രയോറിറ്റി കൊടുക്കേണ്ടത് നമ്മൾ എക്സാമിനാണ് അല്ലേ. അപ്പോൾ എക്സാമിന് നിങ്ങൾ പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് ഫ്രണ്ട്സിൻ്റെ ആ ഒരു കാര്യം നിങ്ങൾ സാക്രിഫൈസ് ചെയ്യുക. അത് പിന്നീട് എപ്പോൾ വേണമെങ്കിലും ആവാമല്ലോ, ഫ്രണ്ട്സ് എപ്പോഴും ഉണ്ടല്ലോ അല്ലേ. എക്സാം എപ്പോഴും വരുന്നൊരു കാര്യമല്ല, നമ്മൾ തോന്നുമ്പോൾ പോയിട്ട് എഴുതാൻ നമുക്ക് പറ്റില്ല എന്നുള്ളൊരു തോട്ട് നിങ്ങൾക്ക് എപ്പോഴും വേണം. സോ എന്ത് കാര്യം ചെയ്യുമ്പോഴും പല ഡിസ്ട്രാക്ഷൻസ് നമുക്ക് ഉണ്ടായിരിക്കും, പല എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വേറെ ഉണ്ടായിരിക്കും. സോ അതിൽ പ്രയോറിറ്റി ഏതാണോ അത് നോക്കിയിട്ട് നിങ്ങൾ ചെയ്യാനായിട്ട് നോക്കുക. സാക്രിഫൈസ് ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾ സാക്രിഫൈസ് ചെയ്തേ പറ്റത്തുള്ളൂ. ഓക്കെ. പലപ്പോഴായിട്ട് നമ്മുടെ ഭാഗത്ത് നിന്ന് ചില മിസ്റ്റേക്കുകളൊക്കെ വരുമ്പോൾ നമ്മുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ നമ്മുടെ സറൗണ്ടിങ്സിൽ നിൽക്കുന്നവരൊക്കെ നമ്മളെ കളിയാക്കാനുള്ള ചാൻസ് കൂടുതലാണ് അല്ലേ. അപ്പോൾ അങ്ങനെ കളിയാക്കുമ്പോൾ നിങ്ങൾ തളർന്നു പോകാനോ വീണു പോകാനോ അല്ലെങ്കിൽ ഞാനൊന്നുമല്ല, അല്ലെങ്കിൽ സെൽഫ് എസ്റ്റീം കുറയുക, സെൽഫ് വാല്യൂ കുറയുക, അങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും നിൽക്കരുത്. നിങ്ങൾ അങ്ങനെ ഒരു മിസ്റ്റേക്ക് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്തിട്ട് ഇനി എന്ത് ചെയ്താൽ ആ മിസ്റ്റേക്ക് ഇനി എൻ്റെ ലൈഫിൽ വരാണ്ടിരിക്കാനായിട്ട് നോക്കണം എന്നുള്ളൊരു തോട്ടിലേക്കാണ് നിങ്ങൾ എത്തിപ്പെടേണ്ടത്. അതായത് നിങ്ങൾ ആ ഒരു കാര്യം ഡിഫറെൻ്റ് ആയിട്ട്, എല്ലാവരും ചെയ്യുന്നതിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ചിലപ്പോൾ നമ്മൾ ഒരേ കാര്യം ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യുമ്പോൾ പലപ്പോഴും നമ്മുടെ ചുറ്റുമുള്ളവർ കളിയാക്കും നമ്മളെ, എന്താ അവർ വട്ടാണോ എന്ത് ചെയ്തു കൂട്ടുന്നതെന്നൊക്കെ തോന്നും. പക്ഷെ നമുക്ക് ഏത് രീതിയിലൂടെ ചെയ്യുമ്പോഴാണ് ഒരു കാര്യത്തിൽ നിന്ന് റിസൾട്ട് ഉണ്ടാവുന്നത്, ആ ഒരു വേ വേണം നിങ്ങൾ എപ്പോഴും ഫോക്കസ് ചെയ്യാനായിട്ട്. ബാക്കിയുള്ളവരുടെ കളിയാക്കലുകളോ കുറ്റപ്പെടുത്തലുകളോ പൊട്ടനാണ് മണ്ടനാണെന്നൊന്നും പറയുന്നതൊന്നും നിങ്ങൾ കേൾക്കേണ്ട ആവശ്യമേ ഇല്ല. ഇപ്പോൾ സ്കൂളിൽ ഒരു കണ്ടന്റ് നമുക്ക് പഠിക്കാനുണ്ട്, ആ സ്കൂളിൽ ഓൾമോസ്റ്റ്
ഓൾമോസ്റ്റ് എല്ലാ സ്റ്റുഡൻസും ഒരേ രീതിയിലൂടെയാണ് പഠിക്കുന്നത്. നിങ്ങളും ആ രീതിയിലൂടെ പഠിച്ചു, ആ ഒരു ട്രിക്കിലൂടെ പഠിച്ചു, നിങ്ങൾക്ക് തലയിൽ കയറുന്നില്ല. അപ്പൊ നിങ്ങൾക്ക് ഏത് വേയിലൂടെ പഠിക്കുമ്പോഴാണ് നിങ്ങളുടെ തലയിൽ കയറുന്നത് വെച്ചാൽ ആ രീതി നിങ്ങൾ ചൂസ് ചെയ്യുക. എല്ലാവരും പോകുന്ന ഒരു വഴിയിലൂടെ നിങ്ങൾ പോയിക്കൊള്ളുന്നില്ലല്ലോ, നിർബന്ധമില്ലല്ലോ. നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാകുന്ന വഴിയിലൂടെ വേണം നിങ്ങൾ സഞ്ചരിക്കാൻ. പക്ഷെ ആ വഴി ഒരിക്കലും ബാക്കിയുള്ളവരെ ഹേർട്ട് ചെയ്യുന്ന രീതിക്കുള്ളതാവരുത്. ഓക്കെ, എപ്പോഴും സൊസൈറ്റിയെ ഒരു അഡ്വാൻറ്റേജസ് ആയിട്ട് കാണാനായിട്ട് നിങ്ങൾ നോക്കണം. ഇപ്പൊ നമുക്കറിയാം, നമ്മൾ സോഷ്യലി കണക്റ്റഡ് ആയിട്ടുള്ള ഒരു വേൾഡിലാണ് ജീവിക്കുന്നത്. നമുക്ക് ആരെയും തള്ളിക്കളയാൻ പറ്റില്ല. നമുക്ക് ഇഷ്ടമല്ലാത്തവരെ നമുക്ക് നമ്മുടെ കൺമുന്നിൽ നിന്ന് പോകുന്നത് നമുക്ക് പറയാനൊന്നും പറ്റില്ല. അല്ലേ, നമ്മൾ അവരിൽ നിന്നും അങ്ങനത്തെ സിറ്റുവേഷൻസ് വരുന്ന സമയത്തൊക്കെ അവോയ്ഡൻസ് കാട്ടുക, അത്രയും നമുക്ക് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അല്ലാണ്ട് അവർ ഈ ലോകത്തെ വേണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് നടക്കുന്ന കാര്യമൊന്നുമല്ല. അപ്പോൾ എപ്പോഴും നമ്മൾ സോഷ്യലി കണക്റ്റഡ് ആയിട്ടാണ് ജീവിക്കുന്നത്. ഫ്രണ്ട്സ് ഉണ്ട്, ഫാമിലി ഉണ്ട്, കൊളീഗ്സ് ഉണ്ട് നമുക്ക്. അപ്പോൾ എപ്പോഴും ആ ഒരു സൊസൈറ്റിയെ, സോഷ്യലി ആയിട്ടുള്ള കുറേ ആൾക്കാരെ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ള സറൗണ്ടിങ്സിനെ ഒരു അഡ്വാൻറ്റേജസ് ആയിട്ട് കാണുക. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കറിയുന്ന നോളജ് അല്ല അവർക്കുള്ളത്, അല്ലേ? അപ്പോൾ നിങ്ങൾക്കറിയാത്ത പല കാര്യങ്ങളും അവർക്ക് അറിയുന്നുണ്ടായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന, നിങ്ങൾ എക്സ്പേർട്ട് അല്ലാത്ത പല കാര്യങ്ങളിലും അവർ എക്സ്പേർട്ട് ആയിരിക്കും. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻസോ അല്ലെങ്കിൽ ഒരു ഹെൽപ്പോ ആവശ്യമുള്ള സമയത്ത് നിങ്ങൾക്ക് അവരോട് ധൈര്യമായിട്ട് ചോദിക്കാനായിട്ട് പറ്റും, അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഏരിയ എനിക്കറിയില്ല, നിങ്ങൾ ഒന്നത് പറഞ്ഞു തരണം. അപ്പോൾ ഒരാൾക്ക് അത് അറിയുമെങ്കിൽ വേറൊരാൾക്ക് അതിനെക്കുറിച്ച് വേറെ നോളജ് ആയിരിക്കും അറിയുന്നുണ്ടായിരിക്കും. അങ്ങനെ ഓരോ ആൾക്കാരും ശരിക്കും പറഞ്ഞാൽ നോളജിന്റെ ഓരോരോ സോഴ്സ് ആണ്, അല്ലേ? നമ്മൾ നോളജിന്റെ ഒരു സോഴ്സ് ആണ്. നമുക്കറിയുന്ന പലതും അവർക്ക് അറിഞ്ഞോളന്നില്ല. അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ ചുറ്റുള്ള എല്ലാവർക്കും പല നോളജാണ് ഉള്ളത്. അപ്പൊ നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ആർക്കാണോ നിങ്ങൾ കുറച്ചും കൂടെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളത്, നോളജ് ഉള്ളത്, അവരായിട്ട് നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക. അപ്പൊ എപ്പോഴും സൊസൈറ്റി എന്ന് പറയുന്നത് നമുക്കൊരു അഡ്വാൻറ്റേജ് ആണ്. നമുക്ക് നോളജിനാണെന്നുണ്ടെങ്കിലും ഹെൽപ്പിനാണെന്നുണ്ടെങ്കിലും എന്ത് കാര്യങ്ങൾക്ക് നമുക്ക് ധൈര്യമായിട്ട് സമീപിക്കാൻ പറ്റുന്ന ഒന്നാണെന്നുള്ളത് നിങ്ങൾ മൈൻഡിൽ കരുതി വെക്കുക. ഓക്കെ, അതുപോലെ നിങ്ങളുടെ സെൽഫ് അനാലിസിസ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. നമ്മൾ എപ്പോഴും ചെയ്യുന്നത് കമ്പാരിസൺ ആണ്, അല്ലേ? കമ്പാരിസൺ എന്നുള്ള ഒരു ഓപ്ഷൻ മാറ്റിയിട്ട് മറ്റുള്ളവരെക്കാൾ എനിക്ക് എന്തുണ്ട് അല്ലെങ്കിൽ എനിക്ക് എന്ത് കുറവുണ്ട് എന്നുള്ള തോട്ട് മാറ്റിയിട്ട് നിങ്ങൾ സെൽഫ് അനാലിസിസ് ചെയ്യുക. അപ്പം എന്നും രാത്രി കിടക്കുന്നതിന് തൊട്ട് മുന്നായിട്ട് നിങ്ങൾ ഇന്ന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു, എന്തൊക്കെ പോസിറ്റീവ് കാര്യങ്ങൾ ലൈഫിൽ സംഭവിച്ചു, എന്തൊക്കെ നെഗറ്റീവ് കാര്യങ്ങൾ സംഭവിച്ചു, എന്തൊക്കെ മിസ്റ്റേക്സ് ഉണ്ട്, അതെങ്ങനെയൊക്കെ നമ്മൾ തിരുത്തണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾ ചിന്തിച്ച് നോക്കുക. അപ്പോഴാണ് നിങ്ങളെ കുറച്ചും കൂടെ ബെറ്റർ ആക്കി നിങ്ങൾക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കത്തുള്ളൂ. ഒരു ദിവസം നമ്മുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ നെക്സ്റ്റ് ഡേ മാറ്റാനായിട്ട് നോക്കുക. അങ്ങനെ നമ്മൾ ഡേ ബൈ ഡേ ഓരോ കാര്യങ്ങൾ തിരുത്തും തോറും നമുക്ക് നമ്മുടെ ഒരു ബെസ്റ്റായിട്ട് നമുക്ക് മാറാനായിട്ട് പറ്റും, അല്ലേ? നമ്മുടെ മിസ്റ്റേക്കുകൾ നമ്മൾ ഇന്നലത്തെ ഞാനും ഇന്നത്തെ ഞാനും നാളത്തെ ഞാനും തമ്മിലുള്ള ഒരു കമ്പാരിസൺ നമ്മൾ മനസ്സിലാക്കിയാലാണ് നമുക്ക് കറക്റ്റായിട്ട് നമ്മൾ അനലൈസ് ചെയ്തുകൊണ്ട് നമുക്ക് നമ്മളിൽ തന്നെ മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് സാധിക്കുകയുള്ളൂ. സോ അത് നിങ്ങൾ എപ്പോഴും പ്രാക്ടീസ് ചെയ്യുക. അതായത് രാത്രി ഒരു 5-10 മിനിറ്റ് ഇരുന്നാൽ മതി. അപ്പോൾ തന്നെ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ കിട്ടും. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കും.